നമ്മളെ ഡബ്ബറിന്റെ മൈലാഞ്ചി ഇടയിൽ കഴിഞ്ഞു. ഡബ്ബർ ഒന്ന് കാട്ടു. ഇങ്ങനെ ഞാൻ അവളെ മേക്കപ്പ് ആർട്ടിസ്റ്റിനെ കാണിച്ചത്. അല്ല, മെഹന്തി ആർട്ടിസ്റ്റിനെ കാണിച്ചത്. ഹായ് ചെറിയൊരു വീഡിയോ എടുത്തരോ? ഇതിന്ന് ആക്കിയാ മതി. ഇന്റെന്നേ കൈ മര്യാദക്ക് എടുക്ക്. ഇതാണ് അപ്പൊ ബാക്കിലിടുന്ന ഞാൻ. അപ്പൊ ഇതാണ് മൈലാഞ്ചിന്റെ ഫൈനൽ ലുക്ക്. ഇഷ്ടപ്പെട്ടതിലോ? തിരിക്കി ഇങ്ങനെ എങ്ങനെ മുഖത്തോട് എടാ അന്ന് വീഡിയോയിൽ കാണിക്കുന്ന പ്രശ്നമുണ്ടോ? ഇല്ലല്ലോ. എനിക്കൊരു പ്രശ്നമില്ല എന്നൊക്കെ. എന്റെ മെഹന്തി ആർട്ടിസ്റ്റും ഓളെ മെഹന്തി ആർട്ടിസ്റ്റും വേറെ വേറെ ആൾക്കാരാണ്. ബിക്കോസ് ഐ ആം എ ബ്രൈഡ്, യു നോ. അപ്പൊക്കെ കുറെ ടൈം വേണ്ടി വരും. ഇതാണ് എന്റെ മെഹന്തി ആർട്ടിസ്റ്റ്. ആള് വന്നത് തന്നെ ഞാൻ കുളിച്ച് അയ്യോ പറയണ്ട, എന്റെ കുളിക്കാനുള്ള ഡ്രസ്സ് എടുത്താന്ന് ഓളാണ് കേട്ടോ. അങ്ങനെയാണ് ഞങ്ങൾ ഫസ്റ്റ് മീറ്റ് ചെയ്യണേ. ഓളടി എടുത്തന്ന് ഞാൻ ഡോർ ഇടുന്നപ്പോ നേരെ ഓളെ മുന്നിക്ക്. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് മെഹന്തി ഇടാൻ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, നമ്മൾ മൈലാഞ്ചി ഇടാൻ ഇരിക്കുകയാണ്. ഇനിയിപ്പോൾ ആരെ വീഡിയോ എടുക്കാന്ന് ആലോചിച്ചിട്ട് ഞാൻ ആകെ അന്തം വിട്ടു. ഓളാണെങ്കിൽ മൈലാഞ്ചി ഇട്ട് ഇത് കള്ളത്തി ആയതല്ലേ നായ. എന്നിട്ട് പാട്ടോ എൻ്റെ ഉള്ളുണങ്ങിയില്ലേ? ഇതിലോ ഉള്ളുണങ്ങിയില്ലേ? അപ്പോൾ വീഡിയോ എടുക്കാൻ ആരുമില്ല, നോക്കാം, മാക്സിമം സെറ്റാക്കാം. ഓക്കെ, എൻ്റെ ഹസ്ബൻഡ് വീഡിയോഗ്രാഫർ അല്ലേ, വരുമോ? ഓക്കെ, അത് സെറ്റ് ചെയ്യാം. അപ്പം നമുക്ക് തുടങ്ങാം. അപ്പോൾ മെഹന്തി ബൈ സഫ്ന എന്ന് പറഞ്ഞുള്ള കുട്ടിയാണ് കേട്ടോ എനിക്ക് മെഹന്തി ഇടാൻ വന്നിട്ടുണ്ടായിരുന്നത്. നല്ല അടിപൊളിയാക്കി മെഹന്തി ഇട്ട് വന്നിട്ടുണ്ടായിരുന്നു. അവള് രാവിലെ വന്നിട്ടുണ്ടായിരുന്നേ. അപ്പോൾ എനിക്ക് 2 ഉള്ളം കൈയിലും 2 പുറം കൈയിലൊക്കെ ഇടാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ ലാസ്റ്റ് ടൈമിലാണ് നമ്മൾ സെറ്റാക്കി. ഉള്ളിലൊരു അറബിക് ഡിസൈനും പുറത്ത് ഒരു ഇന്ത്യ ഡിസൈനും കേട്ടോ ഞാൻ റെഫറൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ ദിലു കിടന്ന് നല്ല ഉറക്കമാണ്. ഇതാണ് കേട്ടോ ഉള്ളിലത്തെ ലുക്ക് വന്നിട്ട്. അപ്പം ഞാൻ അവളെ പേജ് കൊടുക്കുന്നുണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ കോൺടാക്ട് ചെയ്യാം ബ്രൈഡലിനൊക്കെ. ഇനി ബാക്കിൽ നമ്മൾ നൈറ്റാണ് ഇടുന്നത്. ഇന്നെടുക്ക്. അരിക്കുത്തിന്റെ ഷൂട്ടാണ് ഇപ്പോൾ. അപ്പോൾ ഇനി നമുക്ക് ഇപ്പോൾ ഇടാൻ നേരമില്ല. ഈ കൈയും കൂടെ ഫുള്ളാക്കി നമ്മൾ രാത്രി എടുക്കാൻ വേണ്ടിയിട്ട് ഇല്ലടാ, രാത്രി വരും. അതേ നമ്മൾ രാത്രി സെറ്റ് ചെയ്യും. പിന്നെ കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ എൻ്റെ മേമമാരും മൂത്തന്മാരും അമ്മായിയാളും എല്ലാവരും വന്നീന് കേട്ടോ. അവരൊക്കെ അരിക്കുത്തിൻ്റെ ഷൂട്ടിനുണ്ട്. നോർമലി എല്ലാവരുടെ അടുത്തും കാണുന്ന നമ്മൾ ഫ്രണ്ട്സുകളെ വെച്ച് ചെയ്യുന്നതിന് പകരം ഞാൻ എൻ്റെ അമ്മായിമാരൊക്കെ വെച്ച് ചെയ്യാമെന്നാണ് കേട്ടോ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. സാരി എടുത്ത് മാറ്റിക്കോളി. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ മേക്കപ്പ് ആർട്ടിസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നേ. ഷെല്ലാസ് മേക്കോർ എന്ന് പറഞ്ഞ പേജാണ് കേട്ടോ അരിക്കുത്തിന് മേക്കപ്പ് ചെയ്യാൻ വന്നിട്ടുള്ളത്. ഒരു ഷൂട്ട് വഴിയാണ് ഞാൻ ഇവരെ കമ്പനി വന്നിട്ടോ. പക്ഷേ ഇവരെ മേക്കപ്പ് അടിപൊളിയായിരുന്നു, നല്ല ലോങ് ലാസ്റ്റ് ചെയ്യുന്നുണ്ട്. നല്ല ഐ മേക്കപ്പ് ഒക്കെ അടിപൊളിയാണ്. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ എൻ്റെ നമുക്ക് ഇനി ടൈമില്ല, പെട്ടെന്ന് മാറ്റി ഒരുങ്ങണം കേട്ടോ. 3 മണിയാകുമ്പോൾ നമ്മൾ ഫോട്ടോഗ്രാഫർ അവിടെ എത്തും. അപ്പം ഞങ്ങൾ വേഗം മാറ്റട്ടെ ഗായ്സ്. പിന്നെ മാറ്റി ഒരുങ്ങി വന്നപ്പോൾ ആ ഒരു ഫൈനൽ ലുക്ക് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ദിലുവിൻ്റെ കല്യാണ സാരിയാണ് കേട്ടോ ഞാൻ ഉടുത്തിട്ടുള്ളത്. കുറേ പേര് കമൻ്റ് ഇട്ടുണ്ടായിരുന്നു ഇത് നമ്മളെ ദിലുവിൻ്റെ കല്യാണ സാരിയാണ്. അത് കുറച്ച് മോഡേൺ ആയിട്ട് സ്റ്റൈൽ ചെയ്താണ് കേട്ടോ ഞാൻ ഇപ്പോഴത്തെ ഓർണമെൻറ്റ്സ് ഇപ്പോഴത്തെ കാര്യങ്ങളൊക്കെ വെച്ചിട്ട്. അപ്പോൾ ഇപ്പോൾ അവിടെ ലെൻസിൻ്റെയും ഇതിൻ്റെയൊക്കെ സംസാരത്തിലാണ്. പിന്നെ മേക്കപ്പൊക്കെ കഴിഞ്ഞ് ഹെയർ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഒരു പഴയ ഒരു പുതുനാട്ടിൻ്റെ മാതിരി എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. കുറേ കോംപ്ലിമെൻറ്റ്സ് കിട്ടിയിട്ടോ. പിന്നെ ആ സാരീൻ്റെ ബ്ലൗസ് ചെറുങ്ങനെ ഒരു ലൂസ് ഉണ്ടായിരുന്നു, പക്ഷെ അത് സെറ്റാക്കി. എന്തായാലും എനിക്ക് സാരി ഉടുത്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. മതിഭാഗമാണല്ലേ ആ നെറ്റിച്ചൂട്ടിക്ക് എന്നൊരു തകരാറുണ്ട്. നമ്മളെ മേക്കപ്പ് കഴിഞ്ഞിട്ടുണ്ട്. നല്ല രസമുണ്ട് കേട്ടോ. ആ കഴിഞ്ഞോ? അതെ ഷൂട്ട് ചെയ്യാനുള്ള വേം വരി. അതന്നെ ഞങ്ങളെല്ലാരും കൂടി പോണല്ലേ. സ്ഥലം ഇങ്ങോട്ട് മിന്നീക്കണേ. ഇതാണ് എന്റെ കസേര. ഒരു കുട്ടിയായി ഒരു കുട്ടി
സോ നമ്മൾ താം റെസ്റ്റോറൻറ്റിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഷൂട്ട് ചെയ്യാൻ പോകാം. നമ്മൾ ഇന്നലെ പെർമിഷനൊക്കെ എടുത്തിന്. എന്താ പറയില്ല പോയോക്കെ. പൊടി അവിടെ നിന്ന് ഫോട്ടോഷൂട്ടാണോ? എടുക്കല ഏതാ നിങ്ങള് മട്ടമല ഫോട്ടോ ഒക്കെ ഏതാ വൃത്തി ഉണ്ടാവുക? ഈ ലൈറ്റ് ഉണ്ടാവോ? സാരി ഇവിടെ സ്പോട്ട് ആയിട്ടുണ്ട്. ഹലോ ആര്യ, എന്താണ് പറയാനുള്ളത് താങ്കളുടെ എന്നെ പറ്റി 2 വാക്ക്? സത്യാണെങ്കിലും നമ്മളങ്ങനെ പറയാൻ പാടില്ല. എന്നാലും എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ഒരു ബ്രൈഡായിട്ട് വരുന്ന കാണാൻ ഞാൻ എക്സൈറ്റഡ് ആണ്. എന്താ ഞാൻ ബ്രൈഡായിട്ട് ഷൂട്ടിൽ കണ്ടിട്ടില്ല? അല്ല, ഷൂട്ടിൽ കണ്ടിട്ടുണ്ട്, പക്ഷെ എന്നാലും ശരിക്കും ഒരു ബ്രൈഡ് ആവുന്നത് കാണാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. അതെ, ഓളെ ഞാൻ തലേന്നിൻ്റെ തലേന്ന് തന്നെ വിളിച്ച് വരുത്തി. പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല, എന്നാലും ഓള് ഇരിക്കട്ടെ. അപ്പം അവൾക്ക് ചായ കൊടുക്കാൻ കേട്ടോ. വന്നിട്ട് കുറേ നേരം ആയിക്കണേ. ഞാൻ അരിക്കുത്തിൻ്റെ ഷൂട്ട് കഴിഞ്ഞ് എത്തിയപ്പോൾ നേരം വൈകി. പിന്നെ മെഹന്തി ഇതാ കുറച്ചിങ്ങനെ ചോത്ത് വരുന്നുണ്ട്. അപ്പം ഞങ്ങൾക്ക് കാണാം. ഓക്കെ.